മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഹോർമൂസിലൂടെ പശ്ചിമേഷ്യയിലേക്ക് കടക്കാനുള്ള പ്രത്യേക റൂട്ടുകൾ തയ്യാറാക്കി ഇറാനും ഒമാനും. ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് പൂർണ്ണമായും തുറക്കില്ലെന്ന് ഇറാൻ. ലെബനനിൽ കടുത്ത ആക്രമണവുമായി ഇസ്രായേൽ. അടിക്ക് തിരിച്ചടിയുമായി റഷ്യയും യുക്രൈനും. റഷ്യയിൽ ഡ്രോൺ ആക്രമണത്തിൽ 7 മരണം. യുക്രൈനിലേക്ക് മിസൈലുകൾ വർഷിച്ച റഷ്യ 8 മരണം. ഒമാൻ തീരത്തെ ആശങ്കയിലാഴ്ത്തി എണ്ണച്ചോർച്ച. കടലിൽ എണ്ണച്ചോർച്ചയുണ്ടായത് ഒമാനിലെ അൽ ഖിബ്ലിയ ദ്വീപിന് സമീപം എണ്ണക്കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് 12 കിലോമീറ്റർ തീരപ്രദേശത്ത് ഗുരുതര പാരിസ്ഥിതിക നാശം സൃഷ്ടിക്കുവാൻ കാരണമാകുമെന്ന ആശങ്ക. കേരള സർക്കാർ വന്ദേമാതരം ഒഴിവാക്കിയത് ദേശീയതലത്തിൽ വിവാദമാക്കി BJP. കോൺഗ്രസ് ആസ്ഥാനത്ത് പാടിയ വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP. ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതിയെന്ന നിർദ്ദേശം ഗായക സംഘത്തിന് നൽകാൻ വിട്ടുപോയെന്ന വിശദീകരണവുമായി സേവാദൾ നേതാക്കൾ. വന്ദേമാതരം വിഭാഗീയ അജണ്ടയുടെ ഭാഗമെന്ന് KC വേണുഗോപാൽ. BJPക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയോ നിയോഗിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ തള്ളി. പൂഞ്ഞാറിൽ BJPക്ക് വേണ്ടി 4.5 കോടി എത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ PC ജോർജ്. പ്രാദേശിക നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വിശദീകരണം. BJPയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച് നടൻ ദേവൻ. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന വാഗ്ദാനം നൽകി സേവന നികുതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ GST അന്വേഷണം നാളെ. നടപടി സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപ അടയ്ക്കാത്തതിൽ പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര ജയവുമായി ബംഗ്ലാദേശ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. 2ാം ദിനം 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ. ഹോക്കി ലോകകപ്പിൽ ചൈനയെ സമനിലയിൽ കുരുക്കി ഇന്ത്യൻ വനിതകൾ. ഹോർമൂസിനെ അമേരിക്കയുടെ ഭാഗമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കിടയിൽ ലോകത്തിലെ 5-1 ക്രൂഡ് ഓയിലും കടന്നുപോകുന്ന സമുദ്രപാതയിൽ ധാരണയിലെത്തിയെന്ന ഇറാനും ഒമാനും. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും വിവരം. ഹോർമൂസിലൂടെ പശ്ചിമേഷ്യയിലേക്ക് കടക്കാനും തിരിച്ചുപോകാനും പ്രത്യേക റൂട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർമൂസ് തുറക്കാനുള്ള തീരുമാനമുണ്ടായാൽ ക്രൂഡ് ഓയിൽ വില കുറയും. ഓഹരി വിപണികൾ വൻ കുതിപ്പിലേക്ക് മാറും. സ്വർണ്ണ വിപണിയും ആഘോഷിക്കും. എന്നാൽ US-ന്റെ നാവിക സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് പൂർണ്ണമായും തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിലെ തുടർച്ചയായ ആക്രമണങ്ങളിൽ നിലപാട് വ്യക്തമാക്കി UAE. അഡ്നോ കപ്പലുകൾക്ക് നേരെ ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ UAE സന്തുലിതമായ സമീപനത്തിൽ നിന്ന് പിന്നോട്ടടുപ്പിക്കില്ലെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസവും UAE എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിരോധം, നയതന്ത്രം, രാജ്യാന്തര നിയമത്തോടുള്ള പ്രതിബദ്ധത എന്നീ 3 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള യുക്തിസഹമായ നയമാണ് UAE ഇനിയും പിന്തുടരുക എന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. ആക്രമണങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കില്ല. രാജ്യാന്തര നിയമത്തിനനുസൃതമായി ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം UAE സംരക്ഷിക്കുമെന്നും അതേസമയം രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ താൽപര്യങ്ങളും കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയുടെ സുരക്ഷയും ഗൾഫ് രാജ്യങ്ങളുടെ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ ഗൾഫ് സഹകരണ കൌൺസിലിന്റെ പൊതുനിലപാട് ശക്തിപ്പെടുത്താൻ UAE സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും സംഭാഷണത്തിനും നയതന്ത്ര പരിഹാരത്തിനുമാണ് UAE മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തുടർച്ചയായ 2 ദിവസം അഡ്നോ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിലായിരുന്നു ഗർഗാഷിന്റെ പ്രതികരണം. അമൃത ന്യൂസ്, അബുദാബി. ഒമാൻ തീരത്തെ ആശങ്കയിലാഴ്ത്തി എണ്ണച്ചോർച്ച. ഒമാനിലെ അൽ ഖിബ്ലിയ ദ്വീപിന് സമീപം എണ്ണക്കപ്പൽ മുങ്ങിയതിനെ തുടർന്നാണ് കടലിൽ എണ്ണച്ചോർച്ചയുണ്ടായത്. 12 കിലോമീറ്റർ തീരപ്രദേശത്ത് ഗുരുതര പാരിസ്ഥിതിക നാശം സൃഷ്ടിക്കുവാൻ എണ്ണച്ചോർച്ച കാരണമാകുമെന്നാണ് ആശങ്ക ഉയരുന്നത്. കരോളിൻ ബസംഗി എന്ന ക്രൂഡ് ഓയിൽ ടാങ്കറിൽ നിന്നുള്ള എണ്ണയാണ് ഒമാൻ തീരത്ത് ചോർന്നത്. കപ്പൽ ഒമാൻ തീരത്ത് നിന്ന് 41 കിലോമീറ്റർ അകലെ അൽ ഖിബ്ലിയ ദ്വീപിന് സമീപം കുടുങ്ങുകയായിരുന്നു. പിന്നീട് ഭാഗികമായി മുങ്ങി എണ്ണ കടലിലേക്ക് ചോർന്നു.
ജൂൺ 30-നാണ് കപ്പൽ ഒമാൻ തീരത്ത് കുടുങ്ങിയതായി IMO സ്ഥിരീകരിച്ചത്. 2 ദിവസം മുമ്പ് എണ്ണ ആദ്യമായി ഒമാന്റെ പ്രധാന തീരപ്രദേശമായ റാസ് മദ്രകയിലെത്തി. ജൂൺ ആദ്യം കപ്പലിൽ സ്ഫോടനമുണ്ടായെന്നും ഇതോടെ സംഭവിച്ച കേടുപാടുകൾ കാരണമാണ് കപ്പൽ കുടുങ്ങാനും എണ്ണ ചോരാനും ഇടയാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. എണ്ണച്ചോർച്ച പക്ഷികൾ, മത്സ്യങ്ങൾ, കടൽ സസ്തനികൾ, പവിഴപ്പുറ്റുകൾ, തീരപ്രദേശം എന്നിവയ്ക്ക് ഗുരുതരമായ നാശമുണ്ടാക്കും. എണ്ണ കടലിൽ പരന്നാൽ കാറ്റും കടൽ പ്രവാഹങ്ങളും വഴി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. ഗൾഫ് കടൽ ആഴം കുറഞ്ഞതും ഭാഗികമായി അടഞ്ഞതുമായതിനാൽ മലിനീകരണം ദീർഘകാലം നിലനിൽക്കാം എന്നതാണ് ഗൾഫ് മേഖലയിലെ പ്രധാന ആശങ്ക. കപ്പലിൽ ഏകദേശം 8 ലക്ഷം ബാരലിലധികം ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചില പരിസ്ഥിതി സംഘടനകൾ ഇത് ഏകദേശം 10 ലക്ഷം ബാരൽ വരെയാകാം എന്നും പറയുന്നു. എണ്ണ നീക്കം ചെയ്യാനുള്ള കഠിനമായ ശ്രമങ്ങൾ ഒമാൻ ഇപ്പോഴും തുടരുകയാണ്. അമൃത ന്യൂസ്, ഒമാൻ. കോൺഗ്രസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP. വന്ദേമാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയാണ് സോണിയാഗാന്ധി പ്രതികരിച്ചതെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു. വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്തു നൽകി. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുകയും കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഘട്ടത്തിലായിരുന്നു പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. വന്ദേമാതരം പാടിയപ്പോൾ കുറ്റകൃത്യം നടന്നതുപോലെയായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രതികരണമെന്നും BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി വിമർശിച്ചു. രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ വന്ദേമാതരം ഒഴിവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരം പാടുന്നത് കോൺഗ്രസ് നയമല്ല എന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങളും നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടിരുന്നു. അതേസമയം വിവാദങ്ങളിൽ അതൃപ്തി അറിയിച്ച് വന്ദേമാതരത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം സോണിയാഗാന്ധിക്ക് കത്തയച്ചു. വിവാദങ്ങൾ കടുത്ത അപമാനമുണ്ടാക്കി. കോൺഗ്രസ് രാജ്യത്തെ പൗരന്മാരോട്, പ്രത്യേകിച്ച് ബംഗാൾ ജനതയോട് മാപ്പ് പറയണമെന്നും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബാംഗമായ സുമിത്രോ ചാറ്റർജി കത്തിൽ ആവശ്യപ്പെട്ടു. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നതിൽ തെറ്റില്ലെന്നും സോണിയാഗാന്ധി വന്ദേമാതരം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയ വിശദീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നും കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം പാടിയിട്ടും കേരളത്തിൽ പാടാത്തത് സതീശൻ സർക്കാർ ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും കീഴടങ്ങിയതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു. വന്ദേമാതരം ബിൽ വിഭാഗീയ അജണ്ടയുടെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP. AICC ആസ്ഥാനത്തുണ്ടായത് ആശയവിനിമയത്തിന്റെ പ്രശ്നമായിരുന്നു. വന്ദേമാതരത്തെ ബഹുമാനിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും BJPക്ക് എല്ലാം ആയുധമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കരുനാഗപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വന്ദേമാതര വിഷയത്തിൽ കേരള സർക്കാർ എടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ദേമാതരത്തിന്റെ മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്നതല്ല എന്നും അത് മുഴുവൻ പാടുന്നതിനെ ആദ്യം എതിർക്കുന്നത് യഥാർത്ഥ ഹിന്ദു വിശ്വാസിയാണെന്നും PA മുഹമ്മദ് റിയാസ് MLA. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആളുകളെ പേടിപ്പിക്കുകയാണ്. വന്ദേമാതരം തടഞ്ഞാൽ അത് ശിക്ഷയായിരിക്കുമെന്ന പരസ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി അവർ മാറിയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു.
കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ വന്ദേമാതരത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതിഷേധവുമായി SFIയും KSUവും നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. VC-ക്കെതിരെ KSUവും രംഗത്തെത്തി. RSS സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വിവാദമായത്. RSS തിരുവനന്തപുരം മണിവിളയിൽ സംഘടിപ്പിച്ച സങ്കൽപ് 2026 എന്ന പരിപാടിയിലായിരുന്നു കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന്റെ പരാമർശം. കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതമാതാവാണ്. വികസിത ഭാരതത്തിനു വേണ്ടി ഇവരെ നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാരതം അമ്മയായതിനാലാണ് വന്ദേമാതരം എന്ന് പാടുന്നത്. അമ്മ ആരാണ് എന്നറിയാത്തവരാണ് വന്ദേമാതരം എതിർക്കുന്നത്. അവരും മാറും, ഈ നാട് മാറുകയാണ് എന്നുമായിരുന്നു മോഹനൻ കുന്നുമ്മലിന്റെ പരാമർശം. പരാമർശത്തിന് പിന്നാലെ ശക്തമായ എതിർപ്പുമായി SFIയും KSUവും ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തി. VC പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത വാക്കുകളാണിത് എന്നാണ് ഉയരുന്ന വിമർശനം. നാളെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI മാർച്ച് നടത്തും. പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് KSUവിന്റെയും തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJPക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയോ നിയോഗിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും 6 ലക്ഷം അംഗങ്ങളുള്ള പാർട്ടിയിൽ അച്ചടക്ക നടപടി സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5-6 ലക്ഷം പ്രവർത്തകരുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനാണ് ഡിസിപ്ലിനറി ആക്ഷൻ, ഷോ കോസ് നോട്ടീസ്. ഇതെല്ലാം എപ്പോഴും നടക്കുന്നതാണ്. ഇതെന്താ പെട്ടെന്ന് ഇന്നലെ തുടങ്ങിയതാണോ? പക്ഷേ ഇതിന് നിങ്ങൾ സെൻസേഷനൽ ആക്കിയിട്ട് നിങ്ങളുടെ TRPക്ക് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അതിലോട്ടും പറയാനൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻഷ്യൽ പ്രോസസ്സാണ്. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ നടക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും ഇനി കൂടുതൽ പറയാൻ താല്പര്യമില്ല. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് സമയമില്ല, പറയാൻ താല്പര്യമില്ല. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ BJP തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തട്ടിപ്പ് നടന്നുവെന്ന വിമർശനം പിൻവലിച്ച് PC ജോർജ്. BJPയിലെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നേതൃത്വം കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്തി. 40 ലക്ഷം രൂപ പോലും തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചിലവായിട്ടില്ല എന്നും BJP വിട്ട് എങ്ങും പോകില്ല എന്നും PC ജോർജ് പറഞ്ഞു. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചേക്കണം. എനിക്ക് പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് ഇങ്ങോട്ട് പറഞ്ഞു. 4.45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പാടില്ല. കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ മൂലം നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു വെച്ചാൽ അവർ അറിഞ്ഞിട്ടില്ല. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുക്കുക. എത്ര ബൂത്തിൽ കൊടുക്കും? കഴിഞ്ഞ ദിവസം എരുമേലിയിൽ BJPയുടെ പ്രാദേശിക യോഗത്തിലായിരുന്നു PC ജോർജിന്റെ വിമർശനം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി ലഭിച്ച 4.5 കോടി രൂപയിൽ തട്ടിപ്പ് നടന്നു എന്ന് PC ജോർജ് വിമർശനം ഉന്നയിച്ചു. ഫണ്ട് കൈകാര്യം ചെയ്തിരുന്ന സജി കുരിക്കാട് 4.45 കോടി രൂപ ചിലവായതിന്റെ കണക്ക് തന്നുവെന്നും എന്നാൽ കണക്കിൽ പറഞ്ഞിട്ടുള്ള പലർക്കും താൻ വിളിച്ചു ചോദിച്ചപ്പോൾ പണം ലഭിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞതെന്നുമായിരുന്നു PC ജോർജിന്റെ വിമർശനം. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ നിശ്ചയിച്ച 31,000 രൂപ പോലും കൊടുത്തിട്ടില്ലെന്നും നേതാക്കൾ പലരും ഇപ്പോൾ കാറുകൾ വാങ്ങുന്നുവെന്നും PC ജോർജ് ആരോപിച്ചു. എന്നാൽ സംഭവം വിവാദമായതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തട്ടിപ്പ് നടന്നിട്ടില്ലെന്ന് വിശദീകരിച്ച് PC ജോർജ് രംഗത്തെത്തി. 2 നേതാക്കൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. BJP നേതൃത്വം ചിലവായ തുകയുടെ കൃത്യമായ കണക്ക് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും PC ജോർജ് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4.45 ലക്ഷം രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവനൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഞാൻ 2 ചൂടായി. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. മാത്രം 100 രൂപ പുറത്ത് പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. അതിൽ 40 എനിക്ക് ചിലവായിട്ടില്ല. അതാ രസം.
താൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. തന്നെ തെറ്റിദ്ധരിപ്പിച്ചവർ തന്നെയാവും തന്റെ വിമർശനം പുറത്തുവിട്ടതെന്നും PC ജോർജ് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ തന്റെ ജീവൻ രക്ഷിച്ചത് RSSും BJPയുമാണ്. അതിനാൽ BJP വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകില്ലെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കോട്ടയം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം നൽകി സേവന നികുതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ GST അന്വേഷണം നാളെ ആരംഭിക്കും. സ്പോൺസറായ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപ അടയ്ക്കാത്തതാണ് GST വകുപ്പ് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. കാഞ്ഞങ്ങാട് GST ഉദ്യോഗസ്ഥരാണ് നികുതി തട്ടിപ്പ് കണ്ടെത്തിയത്. GST വകുപ്പ് നിയോഗിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ C ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക 5-അംഗ സംഘമാണ് നാളെ അന്വേഷണം ആരംഭിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കമ്പനി നടത്തിയ 126 കോടിയുടെ വിദേശ വിനിമയ ഇടപാടിന് 22.68 കോടി സേവന നികുതി അടയ്ക്കാത്തതിലാണ് അന്വേഷണം. സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഓഫീസ് സ്പോൺസർക്ക് 5 തവണ നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റിൽ സ്പോൺസർ കമ്പനി ഉടമകൾ ഹാജരായെങ്കിലും രേഖകൾ കൈമാറിയിരുന്നില്ല. വിഷയം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നികുതി വെട്ടിപ്പ് കൂടാതെയുള്ള മറ്റ് തട്ടിപ്പുകളിലും സർക്കാർ അന്വേഷണം ഉടൻ ആരംഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP വിട്ട നടൻ ദേവൻ പൊതുവേദിയിൽ പ്രഖ്യാപനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിലായിരുന്നു രാജിപ്രഖ്യാപനം. പ്രാഥമികാംഗത്വവും രാജിവെച്ചിട്ടുണ്ട്. കത്ത് ഉടൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. ഇതാണ് ആ വേദി. അമ്മയുടെ സാന്നിധ്യത്തിൽ, മഹനീയമായ ഇവിടെ ഇരിക്കുന്ന മഹനീയ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. ഒരൊറ്റ കൺസൾട്ടേഷനിൽ നിരവധി വിദഗ്ധ ഡോക്ടർമാരുടെ സംയുക്ത വിലയിരുത്തലുമായി പുതിയ ചികിത്സാ മാതൃകയ്ക്ക് തുടക്കമിട്ട് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ്. GCCയിൽ ആദ്യമായാണ് രോഗനിർണയത്തിലും ചികിത്സയിലും സമഗ്രമായ പുതിയ മാതൃക. സാൽമയിലെ സൂപ്പർ മെട്രോ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ സെന്ററിൽ ആണ് മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ പാനൽ സേവനത്തിന് തുടക്കം കുറിച്ചത്. ഒരൊറ്റ കൺസൾട്ടേഷനിലൂടെ വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ സംയുക്തമായി രോഗിയെ വിലയിരുത്തി രോഗനിർണയവും ചികിത്സാ പദ്ധതിയും തയ്യാറാക്കുന്ന ഈ നൂതന സേവനം രോഗികൾക്ക് കൂടുതൽ കൃത്യവും ഏകോപിതവുമായ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. സേവനത്തിൻ്റെ ഉദ്ഘാടനം മെട്രോ മെഡിക്കൽ ഫൗണ്ടറും ചെയർമാനും CEOയുമായ ശ്രീ മുസ്തഫ ഹംസ, ജനറൽ മാനേജർ ശ്രീ മുഹമ്മദ് സോക്കി, ഫാർമസി ജനറൽ മാനേജർ ഡോക്ടർ റംഷാദ് ബിൻ റഹീം, ചീഫ് ഫിനാൻസ് ഓഫീസർ അസർ തങ്ങൾ, ഓപ്പറേഷൻസ് മാനേജർ ശ്രീമതി ജിഷ വർഗീസ്, കോർപ്പറേറ്റ് ബിസിനസ് മാനേജർ ശ്രീ ഫൈസൽ ഹംസ എന്നിവരും മെട്രോ ഗ്രൂപ്പ് പാർട്ണർമാരും മെഡിക്കൽ ഡയറക്ടർമാരും ചേർന്ന് നിർവഹിച്ചു. രോഗിയുടെ ആരോഗ്യ പ്രശ്നം ഒരൊറ്റ സ്പെഷ്യാലിറ്റിയുടെ പരിധിയിൽ ഒതുക്കാതെ വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സംയുക്ത വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രോഗനിർണയവും ചികിത്സാ മാർഗരേഖയും തയ്യാറാക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ വിവിധ ആശുപത്രികളും സ്പെഷ്യലിസ്റ്റുകളും മാറി മാറി സന്ദർശിക്കേണ്ട സാഹചര്യം കുറയുകയും രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം കൂടുതൽ കൃത്യതയോടെ കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കാനും സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രോഗികളുടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് 4 പ്രത്യേക മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ പാനലുകളാണ് മെട്രോയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോ പാനലിലും ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തോടൊപ്പം ബന്ധപ്പെട്ട മറ്റ് സ്പെഷ്യാലിറ്റികളിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന രീതിയിലാണ് സേവനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ കാർഡിയോളജി, ന്യൂറോളജി, ENT, നേത്രരോഗ വിഭാഗം, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സംയുക്ത സേവനമാണ് രോഗികൾക്ക് ലഭ്യമാകുന്നത്. കുവൈറ്റിലെ ആരോഗ്യരംഗത്ത് സംയോജിത വിദഗ്ധ ചികിത്സ പുതിയൊരു മാതൃകയായി മാറുമെന്ന പ്രതീക്ഷയും അധികൃതർ പങ്കുവച്ചു. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. കുവൈറ്റിൽ സാമ്പത്തിക തട്ടിപ്പുകൾ ചെറുക്കുന്നതിന്റെ ഭാഗമായി സെൻട്രൽ ബാങ്ക് രൂപീകരിച്ച സെൻട്രൽ റൂം കേന്ദ്രീകൃത സംവിധാനത്തിൽ എക്സ്ചേഞ്ച് കമ്പനികളെയും ഉൾപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ എല്ലാ എക്സ്ചേഞ്ച് കമ്പനികളോടും സെൻട്രൽ റൂം സംവിധാനത്തിൽ അംഗത്വമെടുക്കാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരായ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. എക്സ്ചേഞ്ച് കമ്പനികൾ കണ്ടെത്തുന്ന ഇലക്ട്രോണിക് സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ വെർച്വൽ സെൻട്രൽ റൂമിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും സെൻട്രൽ ബാങ്ക് ആവശ്യപ്പെട്ടു. ഇതുവഴി തട്ടിപ്പിനിരയാകുന്ന ഉപഭോക്താക്കളുടെ പണം സംരക്ഷിക്കും
സംരക്ഷിക്കുന്നതിന് അതിവേഗത്തിൽ ഏകോപനം നടത്തുവാനും ഏകീകൃതമായ തീരുമാനമെടുക്കുവാനും സാധിക്കും. ഇലക്ട്രോണിക് സാമ്പത്തിക തട്ടിപ്പുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന്റെ പ്രവർത്തന പരിധി കൂടുതൽ വിപുലീകരിക്കുക എന്നതാണ് പുതിയ നടപടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനദാതാക്കൾ, ഇലക്ട്രോണിക് മണി സേവനദാതാക്കൾ, പേയ്മെന്റ് സംവിധാനങ്ങളുടെ ഓപ്പറേറ്റർമാർ എന്നിവർക്കും ഈ സംവിധാനത്തിൽ അംഗത്വം അനുവദിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് കർശന നിയന്ത്രണം. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ആവദിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരം 21 വയസ്സിന് താഴെ പ്രായമായവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചു. പുകയില, ഇ സിഗരറ്റ്, ഹീറ്റഡ് ടുബാക്കോ, നിക്കോട്ടിൻ പൗച്ചുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, പ്രദർശനം എന്നിവ നിയന്ത്രിക്കുന്നതിനും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. സ്കൂളുകൾ, സർവകലാശാലകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, യുവജന കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ജമിയത്തുകളിലും സമാന്തര വിപണികളിലും പുകയില ഉൽപ്പന്നങ്ങൾ തുറന്നുകാട്ടി പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഫീനിക്സ് ബാഡ്മിന്റൺ സ്ട്രൈക്കേഴ്സും REG ട്രെയിനിംഗ് സെന്റർ കുവൈറ്റും സംയുക്തമായി ബേസിക് ലൈഫ് സപ്പോർട്ട് ആൻഡ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ശരിയായ തീരുമാനം എടുക്കാനും ജീവൻ രക്ഷിക്കാനും ആവശ്യമായ BLS, പ്രാഥമിക ശുശ്രൂഷ, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ബോധവൽക്കരണവും പ്രായോഗിക പരിശീലനവും നൽകി. ബാഡ്മിന്റൺ താരങ്ങളുടെ സുരക്ഷയും പരിക്ക് പ്രതിരോധവും മുൻനിർത്തി ബാഡ്മിന്റൺ പ്രിപ്പറേഷൻ ആൻഡ് റിക്കവറി പ്രാക്ടിക്കൽ സെഷനും പരിപാടിയുടെ ഭാഗമായി നടന്നു. സ്മാഷ് ബാഡ്മിന്റൺ അക്കാദമി കോച്ച് നവൽ ബെൻസൺ വിക്ടർ കളിക്ക് മുൻപും ശേഷവും ആവശ്യമായ തയ്യാറെടുപ്പ്, വ്യായാമങ്ങൾ, റിക്കവറി രീതികൾ, സുരക്ഷിതമായ പരിശീലനം എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകി. ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ കുവൈറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി മുർഗയൻ മുർദീവ് ആശംസകൾ നേർന്നു. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സൈനിക പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പശ്ചിമേഷ്യൻ മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനെക്കുറിച്ചും നേതാക്കൾ വിശദമായി ചർച്ച ചെയ്തു. മേഖലയിലെ നിലവിലെ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളും പരസ്പര താൽപര്യമുള്ള പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ അവലോകനം ചെയ്തു. UAE ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസമേകി പാസ്പോർട്ട്, വിസ സേവനങ്ങൾക്ക് വാക്ക്-ഇൻ അപ്പോയിന്റ്മെന്റുകൾ പ്രഖ്യാപിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസി. തിരഞ്ഞെടുത്ത 5 വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ നേരിട്ടെത്തി സേവനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. UAE ഉടനീളമുള്ള 16 ഇന്ത്യൻ കോൺസുലാർ സെന്ററുകളിലും വാക്ക്-ഇൻ അപ്പോയിന്റ്മെന്റ് സൗകര്യം ലഭ്യമായിരിക്കും. അപേക്ഷാ നടപടികൾ കൂടുതൽ ലളിതമാക്കാനും കാര്യക്ഷമമായ പൊതുജന സേവനം ഉറപ്പാക്കാനുമാണ് മാറ്റമെന്ന് എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഔട്ട്സോഴ്സ് സേവനദാതാക്കളായ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്ന എല്ലാ കേന്ദ്രങ്ങളിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വാക്ക്-ഇൻ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കും. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലാകും പ്രവേശനം. തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷകർ, നവജാത ശിശുക്കൾ, അടിയന്തര സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ, 60 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള മുതിർന്ന പൗരന്മാർ, നിശ്ചയദാർഢ്യ വിഭാഗക്കാർ എന്നിവർക്കാണ് വാക്ക്-ഇൻ സൗകര്യം ലഭ്യമാക്കുക. ഈ വിഭാഗങ്ങൾക്ക് നേരിട്ടെത്തി അപേക്ഷിക്കാമെങ്കിലും തിരക്കൊഴിവാക്കാൻ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്നും എംബസി ഓർമ്മിപ്പിച്ചു. അതേസമയം മുൻകൂട്ടി ബുക്ക് ചെയ്ത് എത്തുന്നവർക്ക് നിശ്ചിത സമയത്ത് തന്നെ സേവനം ലഭ്യമാകും. എന്നാൽ വാക്ക്-ഇൻ വഴി എത്തുന്നവരെ കേന്ദ്രങ്ങളിലെ ഒഴിവുള്ള സ്ലോട്ടുകളുടെ ലഭ്യത അനുസരിച്ച് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കാൻ പരമാവധി ഓൺലൈൻ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു. പാസ്പോർട്ട് വിതരണം കൂടുതൽ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്ന് ദുബായിലെ കോൺസുൽ ജനറൽ ഡോക്ടർ E വിഷ്ണുവർദ്ധൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിലവിൽ സാധാരണ പാസ്പോർട്ട് അപേക്ഷകൾ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിലും തൽക്കാൽ അപേക്ഷകൾ 3 ദിവസങ്ങൾക്കുള്ളിലും പ്രോസസ് ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. UAE സുരക്ഷിതമായി വാഹനമോടിച്ചാൽ 4 ബ്ലാക്ക് പോയിന്റ് കുറയ്ക്കാൻ അവസരം. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനമായ ഓഗസ്റ്റ് 31 അപകടമോ ട്രാഫിക് നിയമലംഘനങ്ങളോ ഇല്ലാതെ വാഹനമോടിക്കുന്നവർക്കാണ് ഇളവുള്ളത്. പങ്കെടുക്കുന്നവർ സുരക്ഷാ പ്രതിജ്ഞയിൽ ഒപ്പുവെച്ച് ക്യാമ്പയിന്റെ നിബന്ധനകൾ പാലിക്കേണ്ടി വരും. UAE ആഭ്യന്തര മന്ത്രാലയമാണ് ആക്സിഡന്റ് ഫ്രീ ഡേ എന്ന പേരിൽ സ്കൂൾ തുറക്കുന്ന ഓഗസ്റ്റ് 31 രാജ്യവ്യാപക സുരക്ഷാ ക്യാമ്പയിൻ നടത്തുന്നത്. നിയമങ്ങൾ പാലിച്ച് അപകടങ്ങളോ ട്രാഫിക് നിയമലംഘനങ്ങളോ ഇല്ലാതെ വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് റെക്കോർഡിൽ നിന്ന് 4 ബ്ലാക്ക് പോയിന്റ് കുറയും.
രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. വേഗപരിധി കർശനമായി പാലിക്കുക, പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് സമീപം. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. നിർദ്ദിഷ്ട ലൈനുകളിൽ തന്നെ വാഹനം ഓടിക്കുക. മുന്നിലുള്ള വാഹനവുമായി സുരക്ഷിത അകലം പാലിക്കുക. റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രികർക്ക് മുൻഗണന നൽകുക തുടങ്ങിയവയാണ് നിബന്ധനകൾ. സ്കൂളുകൾ തുറക്കുന്നതോടെ റോഡുകളിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പയിൻ. 24 ബ്ലാക്ക് പോയിന്റ് ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിലവിൽ ബ്ലാക്ക് പോയിന്റ് ഉള്ള ഡ്രൈവർമാർക്ക് 4 പോയിന്റ് കുറയ്ക്കാനുള്ള അവസരം ഏറെ പ്രാധാന്യമുള്ളതാണ്. അമൃത ന്യൂസ്, ദുബായ്. അടിയന്തര സേവന വാഹനങ്ങൾക്ക് വഴി നൽകാത്തവർക്കുള്ള കടുത്ത ശിക്ഷാ നടപടികൾ ഓർമ്മിപ്പിച്ച് അബുദാബി. 3000 ദിർഹം പിഴയും 6 ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകളും കൂടാതെ 30 ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കുമെന്നും അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ആംബുലൻസ്, അഗ്നിശമന സേന വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര വാഹനങ്ങൾക്ക് വഴി നൽകാതെ തടസ്സം സൃഷ്ടിക്കുന്നവരാണ് നടപടി നേരിടേണ്ടി വരിക. അടിയന്തര സാഹചര്യങ്ങളിൽ ഓരോ സെക്കൻഡും നിർണായകമാണെന്നും അപകടം, തീപിടുത്തം, മെഡിക്കൽ അടിയന്തരാവസ്ഥ തുടങ്ങിയ സംഭവങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് വൈകാതെ എത്തിച്ചേരാൻ വഴിയൊരുക്കുന്നത് അനിവാര്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി. മടിവേണ്ട വഴിയൊരുക്കുക എന്ന പേരിൽ അബുദാബി പോലീസും അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയും ചേർന്നാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഷാർജ സെയിന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. റോമൻ കാത്തലിക്, മലയാളം, ലാറ്റിൻ കമ്മ്യൂണിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിവ്യബലിയും വിശുദ്ധ ചടങ്ങുകളിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദിവ്യബലിയിൽ ഫാദർ സച്ചിൻ ബേബി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സവാരി മുത്തു ആന്റണി, ഫാദർ ജോൺ എടാട്ട് ഉൾപ്പെടെ 7 വൈദികരും 100ഓളം പ്രസിദ്ധേന്തിമാരും തിരുനാൾ ശുശ്രൂഷകളിൽ പങ്കാളികളായി. കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ഷാജൻ തോമസും തിരുനാൾ കൺവീനർ വിൽഫ്രഡ് ആൽബർട്ടും തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. സൗദി അറേബ്യയിലെ പ്രൊജക്ട് മാനേജ്മെന്റ് മേഖലയിൽ 70% സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നു. 2027 ഫെബ്രുവരി 14 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം പ്രൊജക്ട് മാനേജ്മെന്റ് വിഭാഗത്തിൽ 3 അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ഡയറക്ടർ, എഞ്ചിനീയർ, സ്പെഷ്യലിസ്റ്റ് എന്നീ തസ്തികകളിൽ സൗദി പൗരന്മാരെ നിയമിക്കേണ്ടതാണ്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി പ്രൊഫഷണൽ മേഖലകളിൽ സ്വദേശി പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിർണായക തീരുമാനം. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജിദ്ദ KMC സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ പോരാടി നേടിയ സ്വാതന്ത്ര്യം എന്ന പേരിൽ ചർച്ചയും നടന്നു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷ പരിപാടി നസീർ വാവക്കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. VP മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ അനുസ്മരിക്കുകയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും വേണമെന്ന് സംസാരിച്ചവർ പറഞ്ഞു. KMCC നേതാക്കളായ ഇസ്ഹാഖ് പുണ്ടോളി, നാസർ മച്ചിങ്ങൽ, ലത്തീഫ് മുസ്ലിയാരങ്ങാടി, ലത്തീഫ് കളരാതിരി, ജലാൽ തേഞ്ഞിപ്പാലം, AK ബാബ തുടങ്ങിയവർ സംസാരിച്ചു. ദേശഭക്തിഗാനം അഷ്റഫ് പരപ്പനങ്ങാടി ആലപിച്ചു. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനം ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പരിസരത്ത് പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും ജിദ്ദയിലെ വിവിധ തുറകളിൽപ്പെട്ടവരും പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തിന് ശേഷം കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ദേശീയ പതാക ഉയർത്തുകയും രാഷ്ട്രപതി രാഷ്ട്രത്തോട് നടത്തിയ സ്വാതന്ത്ര്യദിന സന്ദേശം വായിക്കുകയും ചെയ്തു. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ശക്തമാക്കുന്നതിൽ സൗദിയിലുള്ള 27 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്കിനെ പ്രശംസിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും പ്രാദേശിക കലാകാരന്മാരും സാംസ്കാരിക പരിപാടികളും ദേശഭക്തി ഗാനങ്ങളും അവതരിപ്പിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ റിയാദ് OACC സെൻട്രൽ കമ്മിറ്റി ആഘോഷിച്ചു. ബദ്ഹ സബർമതിയിൽ സംഘടിപ്പിച്ച ആസാദി എറ്റ് 79 പരിപാടിയിൽ മൻസൂർ പള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. സലീം കള്ളക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് മേച്ചേരി അധ്യക്ഷത വഹിച്ചു. നാദിർ ഷാ റഹ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി. ഷംനാഥ് കരുനാഗപ്പള്ളി, റഷീദ് കൊളത്തറ, അബ്ദുള്ള വലാഞ്ചിറ, ഷിഹാബ് കൊട്ടുകാട് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ ജയ്സൽ വാണിയമ്പലം 1ാം സ്ഥാനവും റിയാസ് ആസാദ് 2ാം സ്ഥാനവും, ജംഷീർ ചെറുകാട് 3ാം സ്ഥാനവും, അജ്നാസ് 4ാം സ്ഥാനവും നേടി.
കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടും വിവിധ പരിപാടികളോടെയുമാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് മികച്ച സ്കോർ. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 460 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. കുൽദീപ് യാദവും പ്രസിദ്ധ് കൃഷ്ണയുമാണ് ക്രീസിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസുമായി ഇന്ത്യൻ ബാറ്റിംഗിന്റെ കരുത്തായി. അർദ്ധ സെഞ്ചുറി തികച്ച ധ്രുവ് ജുറയിലും രണ്ടാം ദിനം തിളങ്ങി. മഴ മൂലം 4.5 മണിക്കൂർ വൈകിയാണ് ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയത്. ആദ്യ സെഷനിലെ കളി പൂർണ്ണമായും മുടങ്ങി. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ വമ്പൻ ജയവുമായി ബംഗ്ലാദേശ് ചരിത്രത്തിലേക്ക്. ഇതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ബംഗ്ലാദേശ് മികച്ച നിലയിലേക്ക് കടന്നു. ലോകകപ്പ് ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ 2ാം റാങ്കുകാരായ ചൈനയെ സമനിലയിൽ കുരുക്കി ഇന്ത്യൻ വനിതകൾ. പരിചയസമ്പന്നരായ നവനീത് കൗറും പെനാൽറ്റി കോർണർ വിദഗ്ധ ദീപികയുമാണ് ഇന്ത്യയുടെ ഗോളുകൾ നേടിയത്. ചൈനയ്ക്കായി സാങ്യിങ്ങും മാനിങ്ങും ലക്ഷ്യം കണ്ടു. ഇന്ത്യയും ചൈനയും കൂടാതെ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയുമാണ് പൂൾ ഡിയിലുള്ള മറ്റ് ടീമുകൾ. നേരത്തെ ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 4 ഗോളിന് ഇംഗ്ലണ്ട് തോൽപ്പിച്ചിരുന്നു. ചൊവ്വാഴ്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.